അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രാവിലെ തുടങ്ങിയൊരു ഉച്ച വരെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഒരുമാതിരി തോരാ മഴയാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു മഴയെന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്ക് ശേഷം വെയിലായിരിക്കും, അങ്ങനത്തെ മഴയായിരുന്നു. പക്ഷെ ഇന്ന് ഒരുവിധം നല്ല മഴക്കാരും പിന്നെ കാലവർഷം പോലത്തെ മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഒരു കുറച്ച് ഉച്ചയൊക്കെ ആയപ്പോഴേക്കൊന്ന് മാറി നിന്നെങ്കിലും ഇടയ്ക്കൊക്കെ പെയ്യുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് മഴ. അപ്പോൾ ഇന്ന് നമ്മൾ മഴക്കാഴ്ചയെ കണ്ടു കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ഇന്ന് ചേട്ടൻ നേരത്തെ പോയത് കൊണ്ടിട്ട് ഞാനൊരിത്തിരി ചായ ചായ അല്ല, കട്ടൻ കാപ്പി തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനും ചേട്ടനും മാത്രം തിളപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും പോയി. മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇത്തിരി നേരവും കൂടി അവിടെ മൂടിപ്പൊതച്ചിരിക്കും കേട്ടോ. അവിടെ വെറുതെ കസേരയിൽ മൂടിപ്പൊതച്ചിരിക്കും, കൊച്ചിൻ്റെ അടുത്ത് പോയിരിക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കുള്ള കാപ്പി തിളപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് കഴുകിയാൽ മതി, സോപ്പൊന്നും ഇടണ്ട. അപ്പം ഇനി കാപ്പി തിളപ്പിക്കണം. കാപ്പിയുടെ ഒപ്പമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസവും ദോശ തന്നെ ആയിരിക്കുള്ളൂ. കാരണം അത് തിന്നാൻ എളുപ്പവും പെട്ടെന്ന് ഉണ്ടാക്കലും നടക്കണത് നമുക്ക് ദോശയായത് കൊണ്ടിട്ട് ദോശമാവ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അരച്ച് വെക്കും കേട്ടോ. നമ്മൾ കഴിച്ചില്ലെങ്കിലും കൊച്ചിന് കൊടുക്കാനായിട്ട് അങ്ങനെ അരച്ച് വെച്ചേക്കാം. അപ്പം ഇന്ന് ഇത്തിരി കൂടുതലുണ്ട്. അപ്പം ഞാൻ കരുതി അന്ന് ദോശ ഉണ്ടാക്കാം എന്ന് കരുതി ദോശക്ക് ചട്നി മതി. അപ്പോൾ നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചട്നി വൈകുന്നേരത്തേക്ക് വെക്കും കേട്ടോ. കാരണം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടന് കൊടുക്കാനായിട്ട് രാവിലെ കഴിച്ചിട്ട് പോകണില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നിട്ട് കഴിക്കാൻ പാകത്തിന് നമ്മൾ ചട്നി ഉണ്ടാക്കി വെച്ച് വെക്കും. അപ്പോൾ വൈകുന്നേരം ഇത്തിരി ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചോളും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് തേങ്ങ പൊട്ടിച്ചത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി നമുക്ക് ചട്നി ഉണ്ടാക്കാം എന്ന് കരുതിയത്. വലിയ മെനക്കേട് പണിയാണ് ഈ തേങ്ങ ചിരണ്ടല്. കാരണം ഞങ്ങളുടെ ഈ ചിരവനാക്ക് മുകളിലാണ് കേട്ടോ. അത് ഇങ്ങനെ ഇത്തിരി അടുത്തിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് പാത്രം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിരണ്ടുമ്പോൾ പുറത്തോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ എനിക്കിങ്ങനെ കയ്യും കാലും വേദനയൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ മുകളിൽ വെച്ച് ചിരണ്ടണതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ തേങ്ങയിലേക്ക് 2 പച്ചമുളക്, അത് നല്ല വലിയ പച്ചമുളക് ഇടും, ഇത്തിരി ഉപ്പ് ഇടും. ഇതാണ് ചട്നിയൊക്കെ കേട്ടോ. വേറെ നമ്മൾ അഡീഷണലായിട്ടൊന്നും വേറെ ഒന്നും ചേർക്കത്തൊന്നുമില്ല. മുളകും ഉപ്പും മാത്രമേ ചേർക്കുള്ളൂ. അത് അരച്ച് കഴിഞ്ഞാൽ കടുക് വറയിലിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യണത്. അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ചിലർ മുളക് പൊടിയൊക്കെ ഇടും കേട്ടോ. പക്ഷേ ഇവിടെ മുളക് പൊടി ഇടുന്നത് ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടായില്ല കേട്ടോ. ഞാൻ മേടിച്ചതൊക്കെ തീർന്നുപോയി. അപ്പോൾ ഞാൻ കരുതി അന്ന് മുളക് മാത്രം ഇട്ട് വച്ചേക്കാം എന്ന് കരുതി. സാധാരണ വേപ്പിലയും മുളകും കൂടിയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. പിന്നെ കടയിൽ പോയിട്ടില്ല, കടയിൽ പോയിട്ട് വേണമൊക്കെ വാങ്ങിക്കാം. പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോകണം. മഴ ആയതുകൊണ്ട് പോകാനും മടിയായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ ദോശയുടെ ഒപ്പം പാൽച്ചായ. രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കും കേട്ടോ. രാവിലെ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേനെ കഴിക്കും. കാരണം പണ്ടെന്നല്ല, ഇവിടെ വന്നിടക്കൊക്കെ ഞാൻ പതുക്കെ കഴിക്കുള്ളായിരുന്നു. ഒരു 10 മണിക്ക് ശേഷമൊക്കെ കഴിക്കുള്ളായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വയറ് ഭയങ്കര കേടായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഭക്ഷണം നേരെ അല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ നമുക്ക് ഗ്യാസൊക്കെ കയറുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പമായിട്ട് ഇങ്ങനെ 8 മണി ആ ഒരു ടൈം പാലിച്ച് ഇങ്ങനെ കഴിച്ചു പോകും കേട്ടോ. പണ്ടത്തോട്ട് വൈകിയൊന്നുമില്ല. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കഴിക്കും. അപ്പോൾ
അങ്ങനെ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ദോശ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പതിവ് പണിയാണ്. നല്ല മഴ പെയ്യാണ്ട് കേട്ടോ, പുറത്ത് നല്ല മഴയൊക്കെ പെയ്യാണ്ട്. ഞാനപ്പോൾ തുടച്ചിട്ടേക്കാന്ന് കരുതിയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേനൽ വരുമ്പോൾ നല്ല പൊടിയുമാണ്, മഴ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഈർച്ചയെന്ന് തോന്നും നമുക്ക്. അതായത് ഇങ്ങനെ പെരയൊക്കെ ചവിട്ടുമ്പോൾ എന്തോ പോലെ തോന്നുകയും ചെയ്യും. അതേസമയം വെയിലാണെങ്കിൽ നല്ല പൊടിയുമായിരിക്കും, കാരണം റോട്ടിൽ നിന്നുള്ള വണ്ടിയൊക്കെ പോകുമ്പോൾ റോഡിൽ നിന്ന് നല്ല പൊടിയുമായിരിക്കും. അപ്പോൾ അത് തുടക്കാനായിട്ട് ചായ കുടി കഴിയുമ്പോൾ തുടക്കാനിറങ്ങും. നമുക്ക് കഞ്ഞിക്കൊക്കെ വെള്ളം ഇട്ട് കഴിയുമ്പോൾ തുടക്കാനിറങ്ങും. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ലോണം വെള്ളവും മണ്ണും ഒക്കെ അങ്ങനെ തിങ്ങി കിടക്കണം. അപ്പോൾ പിന്നെ ഞാൻ കരുതി അന്ന് കഴുകിയിടാം. അപ്പോൾ അല്ലെങ്കിൽ തുടക്കുമ്പോൾ തുടക്കണ ഒരു തുണിയുണ്ടല്ലോ, തുണിയല്ല, ഒരു പിരിവിരി എന്നുള്ള തുണിയുണ്ടല്ലോ, അതിൽ കയറി പിടിക്കും. മണ്ണ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അകത്ത് കിടക്കുമ്പോൾ പാടാണ്. ഉണങ്ങി കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴും. അപ്പോൾ ഞാൻ ആദ്യം വൈപ്പർ വെച്ച് വടിച്ചിട്ട് തുടക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഉണക്കമീൻ ഞാൻ രാവിലെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അന്നേരം വറുത്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് കറി വെച്ചതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഞാനെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ തുടക്കലടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് വെച്ചത്. ഇത് പക്ഷെ നമ്മൾ ആ ദോശ ഉണ്ടാക്കിയപ്പോൾ തന്നെ വറുത്തത് കൊണ്ട് ഇതിൽ ഉള്ളിയൊന്നും നമ്മൾ ഇടിച്ച് ചേർത്തില്ല കേട്ടോ. കാരണം കൊച്ചിന് കൊണ്ടുപോകാനായതുകൊണ്ട് ഉള്ളി ഇടിച്ച് ചേർത്തില്ല. വെറുതെ മുളക് പൊടിയൊക്കെ ഇട്ട് വറക്കുകയാണ് ചെയ്തത്. ഇപ്പം സ്കൂളിൽ നിന്ന് ചോറും കറിയൊക്കെ കിട്ടുമെങ്കിലും അവിടുത്തെ ചോറ് കഴിക്കുള്ളൂ, കറിക്ക് എരിവ് പറ്റൂല എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കറി എന്തെങ്കിലും കൊണ്ടുപോവേണ്ട ചെയ്യണത്. അപ്പോൾ ഞാൻ കരുതി ഉണക്കമീൻ മേടിച്ച് വെക്കാം, അല്ലെങ്കിൽ മുട്ട, തൈര് ഇതൊക്കെ കഴിക്കുള്ളൂ, പപ്പടം. അപ്പോൾ പിന്നെ എന്നും മുട്ട വറുത്തത് കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഇന്ന് ഉണക്കമീൻ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ചോറ് തിന്നട്ടെ മക്കളെ. എൻ്റെ ക്യാരറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഈ പച്ചക്കറിയൊക്കെ തീർന്നത് കൊണ്ട് അതിൽ കിടന്ന് വെച്ചാൽ കുറച്ച് ഞെരട് പോലത്തെ ക്യാരറ്റാണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ ചെത്തിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത്തിരി വാടിയതാണ്, എന്നാലും അത് കളയണ്ടല്ലോ. അപ്പം ഞാൻ കരുതി അതങ്ങോട്ട് തോരനാക്കി തേങ്ങയൊക്കെ ഇട്ട് തോരനാക്കി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതും കഴിക്കാം, ഉണക്കമീനും മതി. വേറെ ചാറൊന്നും നമുക്ക് വേണ്ട. എനിക്കങ്ങനെ ചാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയുടെ ഒപ്പം എന്തെങ്കിലും ഒരു ഉപ്പിച്ചത് മീൻസ് ഇങ്ങനെ ഉണക്കമീൻ അച്ചാറോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിനം ആയിരിക്കട്ടെ. ഓക്കെ.